മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓടി വന്നേ. ഇതാ നിങ്ങളെപ്പോലെ മിടുക്കിയായ ഒരു കുട്ടിയുടെ കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. പരീക്ഷാകാലമൊക്കെയാണ്. അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സ്ലൈഡ്സ്, അതുപോലെ ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് ഒക്കെ അതിലാണ് ഉണ്ടാവുക. ഫ്രീ ആയിട്ടല്ലേ, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തിട്ടോളൂ കേട്ടോ. നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്, എൻഡ് ഗെയിം ഒരു ബാച്ചൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് റിവിഷൻ ക്ലാസ് പോലെ തുടക്കം മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യാൻ ഇതാ താഴെ കാണുന്ന ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കൊരു പാഠം പഠിക്കാനുണ്ട്. ഭൂമിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചിലപ്പം വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഭൂമി സേഫ് ആണോ? അല്ലല്ലേ. ഭൂമിക്കൊരു ചരമഗീതം പാടിയ ഒരു കവിയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ONV കുറുപ്പ്, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. അദ്ദേഹം ഭൂമിക്ക് ഒരു ചരമഗീതം എഴുതിയിട്ടുണ്ട് ഒരു കവിതയിലൂടെ. ഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലേ, ചരമം എന്ന് പറഞ്ഞാൽ മരണഗീതം എഴുതിയിട്ടുണ്ട്. എന്ന് ഭൂമി മരിക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഗ്രേറ്റ ട്യൂണ എന്ന് പറയുന്ന ഒരു കുട്ടി, ഗ്രേറ്റ ട്യൂണ. അപ്പോൾ അവൾ ഭൂമിക്ക് വേണ്ടി പോരാടിയ ഒരു കഥയാണ് അത്. ഗ്രാമം മുഴുവൻ ആദ്യം സ്വീഡനിലാണ് ഇവള് നമ്മുടെ ഗ്രേറ്റ ട്യൂണ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്, 15 വയസ്സുള്ള വെറും ഒരു വിദ്യാർത്ഥിയാണ് ഗ്രേറ്റ ട്യൂണ. സ്വീഡന്റെ പ്രൗഢഗംഭീരമായ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് സ്കൂളിൽ പോകേണ്ട സമയത്ത് വരികയും സ്കൂൾ വിടേണ്ട സമയം വരെ അവിടെ ഇരുന്നു കൊണ്ട് അവൾ ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? സമരം ചെയ്യാണ്. ആരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് എന്നോ? നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉള്ളിലാണ് ജനപ്രതിനിധികൾ അല്ലേ. കുറേ പേര് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ എന്തുണ്ടാവും? അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവരറിയണം, ഒരു നിയമമായിട്ട് വന്നാൽ മാത്രമേ ആളുകൾ ഇത് ചെയ്യുള്ളൂ എന്ന് കരുതുകയാണ് ഗ്രേറ്റ ട്യൂണ കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? ഇതെന്താണെന്ന്? ഇതെന്താ? നമ്മുടെ ഫേസ്ബുക്ക് ആണ് അല്ലേ. ഒന്ന് ഫേസ്ബുക്കും ഒന്നെന്താണ്? എല്ലാവർക്കും ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തേത് എന്താണ്? സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്ക് ആണ് അല്ലേ. എന്താണ്? സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്ക് ആണ് നിങ്ങൾ കാണുന്നത് അല്ലേ. അങ്ങനെയല്ലേ? ഫേസ്ബുക്ക് ആണ്. ഇതെന്താണ്? ഇൻസ്റ്റഗ്രാം ആണ് അല്ലേ. ഇൻസ്റ്റഗ്രാമിൻ്റെ സിമ്പൽ ഇതും ഫേസ്ബുക്കിൻ്റെ സിമ്പൽ ഇതുമാണ്. അപ്പോൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമ്മുടെ ഗ്രേറ്റ ട്യൂണ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചു തുടങ്ങി. അപ്പോൾ നമ്മളോട് ഗ്രേറ്റ ട്യൂണയുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഇതാ നോക്കിയപ്പോൾ ഗ്രേറ്റ ട്യൂൺബർഗ് 3.4 മില്യൺ ഫോളോവേഴ്സാണ് ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന് പറയുന്ന പെൺകുട്ടിക്കുള്ളത്. 2018 ഇവള് സമരം ചെയ്തത് കേട്ടോ. 2018 മുതലാണ്. 2018 മുതൽ ഇപ്പോഴും തുടരുന്നില്ലേ? 2024 ഇപ്പോഴും ഭൂമിക്ക് വേണ്ടിയുള്ള ഈ ഒരു സമരം അല്ലേ, ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഈ കുട്ടി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ സഹായത്തോടെ ഗ്രേറ്റ ട്യൂൺബർഗ് എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതാ വിവിധ കാലാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള സ്കൂൾ കുട്ടിയുടെ സമരം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സ്കൂൾ സ്ട്രൈക്ക് ജെക് ഫോർ ക്ലൈമറ്റ്, അത് അവരുടെ സ്വീഡിഷ് ഭാഷയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ട്യൂണ എന്ന് പറയുന്ന ഗ്രേറ്റ ട്യൂൺബർഗ് എന്ന് പറയുന്ന പെൺകുട്ടി. കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? വളരെ ആത്മവിശ്വാസത്തോടു കൂടി പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഗ്രേറ്റ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആളുകൾ അവളെ അംഗീകരിച്ചു തുടങ്ങി. പല ഭാഗത്തു നിന്നും അവൾക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഞാനും വരട്ടെ, അപ്പോൾ ഓൾവേസ് വെൽക്കം, എല്ലാവർക്കും സ്വാഗതം, ഓളാർ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് അവൾ കമൻറ്റിന് മെസ്സേജുകളൊക്കെ തിരിച്ചയക്കാൻ തുടങ്ങി. പലരും അഭിനന്ദന കത്തുകൾ അയച്ചു അല്ലേ. അപ്പോൾ ഈ ഗ്രേറ്റയ്ക്ക് നമുക്കൊരു കത്തയക്കണ്ടേ അല്ലേ. മിടുമിടുക്കിയായ ഗ്രേറ്റ എന്ന പെൺകുട്ടി
അവൾക്ക് ഭൂമിക്ക് വേണ്ടിയാണ് അവള് സമരം ചെയ്യുന്നത്. ആ ഗ്രേറ്റയ്ക്ക് നമുക്കൊരു കത്തയച്ചു നോക്കാം. എങ്ങനെയാണ്? പ്രിയപ്പെട്ട ഗ്രേറ്റയ്ക്ക്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പാഠപുസ്തകത്തിലൂടെയാണ് ഞാൻ ഗ്രേറ്റയെ പറ്റി അറിയുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ആശയമുണ്ടായി എന്ന് എനിക്ക് അത്ഭുതം തോന്നി. നിന്നെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനായി സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ സെർച്ച് ചെയ്തു. അന്നത്തെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ചിത്രങ്ങൾ എന്നെ ഏറെ ആഹ്ലാദിപ്പിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നീ നിന്റെ പോരാട്ടം തുടർന്നു. നമ്മുടെ ഭൂമിക്ക് വേണ്ടി നമ്മളല്ലാതെ മറ്റാരാണ് ശബ്ദമുയർത്തുക എന്ന് തോന്നിപ്പോയി. എന്നെപ്പോലെ ഒരുപാട് പേർ നിന്നെ മാതൃയാക്കും. നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും അത് തന്നെയാകും. ഭൂമിക്ക് വേണ്ടി മാതൃകാ പോരാട്ടം നടത്തിയ നിന്നെ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ പേര്. അല്ലേ? ഗ്രേറ്റയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടുമ്പോൾ വലിയ സന്തോഷാവില്ലേ? ഒരു അഭിനന്ദന കത്ത് എഴുതാൻ ഒക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മെയിൽ അയക്കാൻ. അങ്ങനെ ആകുമ്പോൾ മെയിലൊക്കെ ആകുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ മെയിലാക്കിയിട്ട് അയക്കാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. അതുവരേക്കും ടാറ്റാ.